Good morning. Management accounting marginal costing നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ ഏതാണ്ട് എല്ലാ പോർഷൻസും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സോട് കൂടിയിട്ട് അവസാനിച്ചു. ഇനി കൂടുതലും പ്രോബ്ലംസ് നമുക്കിങ്ങനെ ഓരോരോ സെക്ഷനിൽ നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഈവൻ ചാർട്ടിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബ്രേക്ക് ഈവൻ ചാർട്ട് നമ്മൾ അന്ന് ബ്രേക്ക് ഈവൻ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഫോർമുല മെത്തേഡ് നേടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് മെത്തേഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അതിൻ്റെ സെക്കൻഡ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് ഫോർമുല മെത്തേഡ് നമ്മൾ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു. അതിൻ്റെ സെക്കൻഡ് മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ബ്രേക്ക് ഈവൻ ചാർട്ട്, അതല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഷോർട്ടായിട്ട് BE ചാർട്ട് എന്നാണ് പറയുക. ബ്രേക്ക് ഈവൻ ചാർട്ട് തന്നെയാണ് BE ചാർട്ട്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് BE അനാലിസിസ്, ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നമ്മുടെ ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ഒരു ടൂളായിട്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യലൊക്കെ കുറേ ഇക്വേഷൻസ് പഠിച്ചത്. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് അല്ലെങ്കിൽ BE ചാർട്ട്. It shows the relationship between sales, fixed cost, variable cost and profit. അപ്പോൾ നമ്മളെ റിലേഷൻഷിപ്പ് അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിൽസ്, ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ്, ഈ നാലെല്ലാം തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഗ്രാഫിലൂടെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ ബ്രേക്ക് ഈവൻ ചാർട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഫോർമുല മെത്തേഡിൽ ഇക്വേഷൻസ് വെച്ച് നമ്മൾ ബ്രേക്ക് ഈവൻ ഇൻ സെയിൽസും കണ്ടുപിടിക്കാറുണ്ട്, BEP ഇൻ സെയിൽസും കണ്ടുപിടിക്കാറുണ്ട്, BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് BEP ഇൻ യൂണിറ്റും BEP ഇൻ സെയിൽസും കണ്ടുപിടിക്കണമെന്ന് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഫോർമുല മെത്തേഡ്, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്ക് അതിന് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അത് ഒരു 5 ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ടൈപ്പായിട്ട് നമ്മൾ സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടാണ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതാണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടതായിട്ട് വരിക. പക്ഷേ അതിൻ്റെ ടൈപ്സിൻ്റെ തിയറി നമ്മൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇറ്റ് ഷോസ് ടോട്ടൽ കോസ്റ്റ് ലൈൻ, ഫിക്സഡ് കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ. ഇതിൽ ആകെ ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ആകെ 3 ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുള്ളൂ. ടോട്ടൽ കോസ്റ്റ് ലൈൻ ഉണ്ടാവും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഉണ്ടാവും, സെയിൽസ് ലൈൻ ഉണ്ടാവും. ഈ 3 മാത്രമേ ആ ചാർട്ടിൽ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇത് 3 മാത്രം വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഉണ്ടാവും, സെയിൽസ് ലൈൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. സെക്കൻഡ് വൺ ഈസ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്. It shows the total cost line, fixed cost line, variable cost line and sales cost line. ഇതിൽ ഏതൊക്കെ ഉണ്ടാവും? നേരത്തെ എന്തുണ്ടായിരുന്നില്ല? വാരിയബിൾ കോസ്റ്റ് ലൈൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ എന്തും കൂടി ഉണ്ടാവും? വാരിയബിൾ കോസ്റ്റ് ലൈനും കൂടി ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ അതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ടിലാണെങ്കിൽ നേരത്തെ സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിനേക്കാൾ ഒരു ലൈനും കൂടിയും കൂടുതലുണ്ടാവും. അതേതാണ്? വാരിയബിൾ കോസ്റ്റ് ലൈനും കൂടിയും എക്സ്ട്രാ വന്നാൽ ആ ചാർട്ടിന് വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്. അപ്പോൾ 2 പഠിച്ചു. ആദ്യത്തേത് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്, സെക്കൻഡ് വൺ ഈസ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് ഈസ് അനലിറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട്. Analytical break even chart. It shows the total cost line, variable cost line and sales line. ഇതിൽ എന്തില്ല? ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഇല്ല. അങ്ങനെ ഇത് 3 ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ടോട്ടൽ കോസ്റ്റ് ലൈൻ, വാരിയബിൾ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ. ദെൻ അതല്ല വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ചാർട്ട് അനലൈസ് വാരിയബിൾ കോസ്റ്റ് അണ്ടർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് സച്ച് ആസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, വാരിയബിൾ ഓവർ ഹെഡ്. അതായത് നമ്മൾ ആദ്യം പഠിച്ച ടൈപ്പിൽ ഏതൊക്കെ ഉണ്ടാവും? ടോട്ടൽ കോസ്റ്റ് ലൈൻ ഉണ്ടാവും, ദെൻ സെയിൽസ് ലൈൻ ഉണ്ടാവും, ദെൻ പിന്നെ എന്തുണ്ടാവും? ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഉണ്ടാവും എന്നാണ് ആദ്യത്തത്. സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിലെ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും സെയിൽസ് ഉണ്ടാവുമെന്ന് പഠിച്ചു. കോൺട്രിബ്യൂഷനിലെ ടോട്ടൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, സെയിൽസ് ലൈൻ ഉണ്ടാവുമെന്ന് പഠിച്ചു. അനലിറ്റിക്കലിലെ ടോട്ടൽ കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, സെയിൽസ് ലൈൻ ഉണ്ടാവുമെന്ന് പഠിച്ചു. ഇതിൽ വാരിയബിൾ കോസ്റ്റിൽ സ്പ്ലിറ്റ് അപ്പ് ഒരു ഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതായത് വാരിയബിൾ കോസ്റ്റിലെ അണ്ടറിൽ തന്നെ അതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് ആയ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് ആൻഡ് വാരിയബിൾ ഓവർ ഹെഡ്സ് അങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് കാണിക്കുന്ന ചാർട്ടാണ് അനലിറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വാരിയബിൾ കോസ്റ്റിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ചാർട്ടാണ് വരയ്ക്കേണ്ടത്? അനലിറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ ഏത് ലൈൻ ഉണ്ടാവുക? ഫിക്സഡ്
കോസ്റ്റ് ലൈൻ ഉണ്ടാവില്ല. അതിൽ ടോട്ടൽ കോസ്റ്റ് ലൈൻ, വേരിയബിൾ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ ആണ് ഉണ്ടാവുക. ദെൻ വേരിയബിൾ കോസ്റ്റ് ലൈനിൻ്റെ സ്പ്ലിറ്റ് അപ്പും കൂടി ഉണ്ടാവും. അതിൽ ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ എത്രയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, എത്രയാണ് ഡയറക്റ്റ് വേജസ്, എത്രയാണ് വേരിയബിൾ ഓവർഹെഡ് എന്ന് കൃത്യമായിട്ട് സ്പ്ലിറ്റ് അപ്പ് കാണിക്കുന്ന ആ ചാർട്ടിനെ വിളിക്കുന്ന പേരാണ് അനലറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട്. അതാണ് തേർഡ് ടൈപ്പായിട്ട് വരുന്നത്. Then the fourth type is control break-even chart. This control break-even chart. That it is used by the management for the control purpose. Cost control വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഈ കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ആക്ച്വൽ സെയിൽസ് ആൻഡ് ബഡ്ജറ്റഡ് സെയിൽസ്, ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ്, ആക്ച്വൽ BEP ആൻഡ് ബഡ്ജറ്റഡ് BEP, ആക്ച്വൽ പ്രോഫിറ്റ് ആൻഡ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമുക്കൊരു ബ്രേക്ക് ഈവൻ ചാർട്ട് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ വരച്ചാൽ നമുക്ക് 4 എണ്ണത്തിന് റിലേഷൻഷിപ്പ് പഠിക്കാൻ, അതായത് കോസ്റ്റ്, സെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് BEP. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയണത്. നമുക്ക് കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ആക്ച്വൽ കോസ്റ്റ്, ആക്ച്വൽ സെയിൽസ് എത്രയാണ്, ബഡ്ജറ്റഡ് സെയിൽസ് എത്രയാണ്, അതായത് നമ്മൾ എത്ര സെയിൽസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, എത്ര ആക്ച്വലി ഉണ്ടാക്കി, ദെൻ നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ടാവണമെന്ന് നമ്മൾ വിചാരിച്ചു, ദാറ്റ് ഈസ് ബഡ്ജറ്റഡ് കോസ്റ്റ് എത്രയായിരുന്നു, പക്ഷെ നമുക്ക് എത്ര ആക്ച്വൽ കോസ്റ്റ് വന്നു, ദെൻ ബഡ്ജറ്റഡ് നമ്മൾ വിചാരിച്ച BEP എത്രയാണ്, ആക്ച്വലായിട്ട് നമുക്ക് എത്ര BEP വന്നു, ദെൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രോഫിറ്റ് എത്രയാണ്, നമുക്ക് ആക്ച്വൽ എത്ര പ്രോഫിറ്റ് വന്നു എന്ന് കൃത്യമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് കിട്ടിയാൽ നമുക്ക് വിചാരിച്ച നമ്മുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ കൂടും, ചിലപ്പോൾ ബഡ്ജറ്റിനേക്കാൾ കുറയാം. അപ്പോൾ ആദ്യം സെയിൽസ് എടുത്തു. സെയിൽസ് നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ മുകളിലാണോ താഴെയാണോ അത് ഈക്വൽ ആണോ നോക്കുക. അതുപോലെ കോസ്റ്റ് എടുക്കുക, അത് നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണോ കുറവാണോ നോക്കുക. ദെൻ BEP എടുക്കുക, കൂടുതലാണോ കുറവാണോ നോക്കുക. ദെൻ പ്രോഫിറ്റ് എടുക്കുക, കൂടുതലാണോ കുറവാണോ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആക്ച്വലും ബഡ്ജറ്റും തമ്മിൽ സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഫോർ കൺട്രോൾ പർപ്പസ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാം എവിടെയാണ് നമുക്ക് കുറവ് വന്നേക്കുന്നത്, നമുക്ക് അതിനനുസരിച്ച് റെമഡി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഫോർത്ത് ടൈപ്പായിട്ട് വരുന്നത്. ഫിഫ്ത്ത് ടൈപ്പ് ഈസ് ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട്. നമ്മൾ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. അതിലെന്താ പഠിച്ചേക്കുന്നത്? ക്യാഷ് എക്സ്പെൻസും നോൺ ക്യാഷ് എക്സ്പെൻസും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെന്ത് ഒഴിവാക്കുന്നു? നോൺ ക്യാഷ് എക്സ്പെൻസ് ഒഴിവാക്കി അത് ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതുപോലെ നമ്മൾക്ക് നോൺ ക്യാഷ് എക്സ്പെൻസും ക്യാഷ് എക്സ്പെൻസും സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദി ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇറ്റ് ഷോസ് variable and fixed cash expenses as well as variable and fixed non-cash expenses. നേരത്തെ പറഞ്ഞ 4 ഗ്രാഫിൽ നമുക്കിങ്ങനെ ക്യാഷ് എക്സ്പെൻസസ് എത്രയാണ്, നോൺ ക്യാഷ് എക്സ്പെൻസ് എത്രയെന്ന് സെപ്പറേറ്റ് കാണിക്കില്ല. ഈ ഒരു ഗ്രാഫിൽ മാത്രമാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഇത്രയാണ് ക്യാഷ് കോസ്റ്റ് വന്നേക്കുന്നത്, ഇത്രയാണ് നോൺ ക്യാഷ് കോസ്റ്റ് വന്നേക്കുന്നത് കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന അത് ചാർട്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദി ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. നമ്മൾ അന്ന് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചതുപോലെ നമുക്കിതിൽ എന്ത് വെച്ച് കണ്ടുപിടിക്കാം? ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 5 ടൈപ്പാണ് നമുക്കുള്ളത്. ഇതിൻ്റെ 1ൻ്റെയും 2ൻ്റെയും ഒരു കോമ്പിനേഷൻ രൂപത്തിലുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്, പക്ഷേ ടൈപ്പുകൾ പഠിക്കണം. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. അതിലേതൊക്കെ വരും? സെയിൽസ് ലൈൻ, ഫിക്സഡ് കോസ്റ്റ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്. അതിലേതൊക്കെ വരും? ഒരെണ്ണം കൂടി ആഡ് ആവും, ഏത്? വാരിയബിൾ കോസ്റ്റ് ലൈനും കൂടി ആഡ് ആവും. ദെൻ തേർഡ് വൺ ഈസ് അനലറ്റിക്കല്. അതിൽ ഫിക്സഡ് കോസ്റ്റ് പോവും, അതായത് ഫസ്റ്റത്തേൽ സെക്കൻഡിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് പോയിട്ട് ചെയ്യും. ദെൻ വാരിയബിൾ കോസ്റ്റിൻ്റെ സ്പ്ലിറ്റ് അപ്പും കൂടി കാണിക്കും. ദെൻ കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ ആക്ച്വലും ബഡ്ജറ്റും ഏതൊക്കെ? സെയിൽസിൻ്റെ കാണിക്കും, പ്രോഫിറ്റിൻ്റെ കാണിക്കും, കോസ്റ്റിൻ്റെ കാണിക്കും, BEPയുടെ കാണിക്കും. ദെൻ ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കും? ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നോക്കിയാൽ നമുക്ക് ഇത്ര ക്യാഷ് എക്സ്പെൻസസ് ഉണ്ട്, ഇത്ര നോൺ ക്യാഷ് എക്സ്പെൻസസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട്. നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. എനിക്കത് നേരിട്ടിട്ട് വരച്ച് കാണിച്ചു തരാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ വേസ്റ്റ് എന്നൊക്കെ പറയാം, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേഷനൊന്നുമില്ല.
അപ്പോൾ നമുക്ക് ഞാനത് ഇങ്ങനെ ആദ്യം തിയറി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം, എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. അതുപോലെ നമ്മൾ ഒരു എക്സ് ആക്സിസും വരച്ചു, വൈ ആക്സിസും വരച്ചു. വൈ ആക്സിസിൽ എന്തെടുക്കുക, വോളിയം ഓഫ് ഔട്ട്പുട്ട് എടുക്കുക, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കണ യൂണിറ്റുകൾ എടുക്കുക. ഏതിൽ, എക്സ് ആക്സിസിൽ എടുക്കുക. വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ എടുക്കുക, നമുക്ക് വരുന്ന ചിലവുകളും ഇൻകമൊക്കെ നമ്മൾ ഇതിലെടുക്കുക, വൈ ആക്സിസിൽ എടുക്കുക. അതാണ് ആദ്യത്തെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്ലോട്ടഡ് ഓൺ എക്സ് ആക്സിസ്, കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ പ്ലോട്ടഡ് ഓൺ വൈ ആക്സിസ്. Then fixed cost line is drawn parallel to x axis. നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എത്ര വോളിയം ഓഫ് ഔട്ട്പുട്ട് ആയാലും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അത് പാരലൽ ലൈൻ ആയിരിക്കും, എക്സ് ആക്സിസിൽ പാരലായിട്ട്, അതായത് എക്സ് പോലെ നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. എക്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു മുകളിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതൊരിക്കലും 0 എന്നല്ല തുടങ്ങുക, കാരണം നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമുക്ക് എന്ത് കോസ്റ്റ് വരും, ഫിക്സഡ് കോസ്റ്റ് വരും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും തുടങ്ങുക. ഒരിക്കലും ഫിക്സഡ് കോസ്റ്റ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. ചിലപ്പോൾ 100 രൂപ 1000 രൂപ എത്രയാണെന്ന് വെച്ചാൽ 1000ൽ നിന്നാണ് തുടങ്ങുക. അത് എക്സ് ആക്സിസ് വരയ്ക്കണം തന്നെ നേരെ പാരലായിട്ടൊരു നേരെ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഏത്, ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. Then variable cost line is drawn from 0 origin point, O point 0 അല്ല O point. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഒരിക്കലും ഒറിജിനിൽ നിന്ന് തുടങ്ങില്ല. ബട്ട് വേരിയബിൾ കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ ഫ്രം ഒറിജിൻ പോയിന്റ്. അതിനകത്ത് പ്രൊഡക്ഷൻ നടന്നാലേ എന്തുണ്ടാവുള്ള, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുള്ള. പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് റൈസസ് ടുവേർഡ്സ് ദ റൈറ്റ്. അതിങ്ങനെ വോളിയം ഔട്ട്പുട്ട് നമ്മൾ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടിൽ എടുത്തേക്കുന്നത്, അത് കൂടുന്തോറും ഏത് ലൈനും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, വേരിയബിൾ കോസ്റ്റ് ലൈനും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ടെണ്ണത്തിന് ഡയറക്ഷൻ നമ്മൾ പഠിച്ചു. ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്തായിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അതൊരിക്കലും 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, ഏതെങ്കിലും ഒരു വാല്യൂ നിന്നായിരിക്കും ഫിക്സഡ് കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ വാരിയബിൾ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നായിരിക്കും. ദെൻ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ദെൻ സെയിൽസ് ലൈൻ ഈസ് പ്ലോട്ടഡ് ഫ്രം 0 ആൻഡ് ഒറിജിൻ ആൻഡ് ഇറ്റ് റേസസ് ടുവേർഡ്സ് ദ റൈറ്റ് എലോങ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ സെയിൽസും ഒരിക്കലും അത് എല്ലായ്പ്പോഴും അത് ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, കാരണം പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ സെയിൽസ് ഉണ്ടാവില്ല. ദെൻ ഔട്ട്പുട്ട് കൂടാനനുസരിച്ച് നമുക്ക് നേരത്തെ വാരിയബിൾ കോസ്റ്റ് കൂടിയില്ലേ, അതുപോലെ തന്നെ ഏതും കൂടിക്കൊണ്ടിരിക്കും, സെയിൽസ് ലൈനും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദെൻ ദ പോയിന്റ് അറ്റ് വിച്ച് സെയിൽസ് ലൈൻ ഇന്റർസെക്ട് ദി, അല്ല അതിൻ്റെ ഒരു പോയിന്റ് ഞാൻ വിട്ടു, ടോട്ടൽ കോസ്റ്റിനെ പറയാനായിട്ട്. ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈസ് പ്ലോട്ടഡ് എബവ് ദി വാരിയബിൾ കോസ്റ്റ് ലൈൻ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പ്ലോട്ട് ചെയ്തു, ഫിക്സഡ് കോസ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്തു, അതായത് പാരലൽ ടു എക്സ് ആക്സിസ്. ദെൻ വാരിയബിൾ കോസ്റ്റ് ലൈൻ നമ്മൾ തുടങ്ങി, അത് ഒറിജിനിൽ നിന്ന് തുടങ്ങി ഔട്ട്പുട്ട് കൂടുന്നോറും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഏതെന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കണം, വാരിയബിൾ കോസ്റ്റ് ലൈനിൻ്റെ മുകളിലാണ് ഏത് കിടക്കുക, ടോട്ടൽ കോസ്റ്റ് ലൈൻ എടുക്കുക. കാരണം ടോട്ടൽ കോസ്റ്റിൽ വാരിയബിൾ കോസ്റ്റ് ഉണ്ടാകും പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എന്തായാലും ടോട്ടൽ കോസ്റ്റ് വാരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ സ്ഥലം എവിടെയാണ്, എബവ് ദി വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. ദെൻ സെയിൽസ് ലൈൻ നേരത്തെ പറഞ്ഞു, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് സെയിൽസ് ലൈൻ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 4 ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ സെയിൽസ് ലൈൻ ഇന്റർസെക്ട് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ റെപ്രസെന്റ് ദി BEP. ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നത്. സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റും വേറെ എന്തെല്ലാം വരച്ചിട്ടുണ്ട്, അതൊന്നും കൂട്ടിമുട്ടണ്ട. എവിടെ വെച്ചിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്ന സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നത്, ആ പോയിന്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ 4 ലൈനുകളൊക്കെ വരച്ചിട്ട് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നത്, ആ പോയിന്റ് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു, ബ്രേക്ക് ഈവൻ പോയിന്റ് ആണെന്ന് കണ്ടുപിടിച്ചു. എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഷോസ് ദി ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്. അപ്പോൾ ഇത് കൂട്ടിമുട്ടിയ ആ പോയിന്റിൽ നിന്ന് താഴോട്ട് എക്സ് ആക്സിസിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, BEP ഇൻ യൂണിറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് എക്സ് ആക്സിസിലേക്ക് ഒരു വര വരച്ചാൽ നമുക്ക് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റാണ് നമ്മുടെ BEP ഇൻ യൂണിറ്റ്. ഓക്കെ, ദെൻ അത് അടുത്ത പോയിന്റ് എന്താണ്, എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ടു ദ വൈ ആക്സിസ് ഷോസ് ദി ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇതുപോലെ തന്നെ കൂട്ടിമുട്ടി ഈ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബ്രേക്ക് ഈവൻ ഇൻ സെയിൽസും കിട്ടും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റും കണ്ടുപിടിച്ചു, ബ്രേക്ക് ഈവൻ ഇൻ
സെയിൽസും കണ്ടുപിടിച്ചു. ദെൻ ദ ഏരിയ ബിലോ ദി BEP റെപ്രസെൻറ്റ് ദ ലോസ് ഏരിയ ആൻഡ് ദി ഏരിയ അബവ് ദി BEP റെപ്രസെൻറ്റ് ദി പ്രോഫിറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് ഈ ഇത് പോയിന്റിൻ്റെ താഴെ കിടക്കുന്നത് ലോസ് ഏരിയ ആയിരിക്കും, മുകളിൽ കിടക്കുന്നത് പ്രോഫിറ്റ് ഏരിയ ആയിരിക്കും. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 10ാമത്തെ പോയിന്റ് അവിടെ കിടക്കട്ടെ, അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ അതെല്ലാം മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എക്സ് ആക്സിസിൽ എന്തെടുക്കുക? യൂണിറ്റ് എടുക്കുക. വൈ ആക്സിസിൽ കോസ്റ്റും റവന്യൂയും എടുക്കുക. ഇതാദ്യം വരയ്ക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് ലൈനാണ്. അത് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്. ഒരിക്കലും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് വരും. പിന്നെ വരയ്ക്കേണ്ടത് വാരിയബിൾ കോസ്റ്റ് ലൈനാണ്. സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് ഇൻക്രീസസ് അലോങ് വിത്ത് ഔട്ട്പുട്ട്. പിന്നെ എന്താ വരയ്ക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കണം. ഇറ്റ് പ്ലേസ് എബവ് ദി വാരിയബിൾ കോസ്റ്റ് ലൈൻ. ദെൻ സെയിൽസ് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് ഇൻക്രീസസ് അലോങ് വിത്ത് ദി ഔട്ട്പുട്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്ന ആ പോയിന്റാണ് നമ്മുടെ എന്ത് പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് ഒരു താഴത്തോട്ടൊരു വര വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി? BEP ഇൻ യൂണിറ്റ് കിട്ടി. വൈ ആക്സിസിലേക്ക് ഒരു വര വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി? BEP ഇൻ സെയിൽസ് വാല്യൂം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടിയും ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ ഇതൊരു പ്രോബ്ലം, നമുക്കൊരു ചാർട്ട് വരച്ച് നോക്കാം. പ്രോബ്ലം ഞാൻ വായിക്കാം. സെയിൽസ് 800 യൂണിറ്റ്സ്, സെല്ലിംഗ് പ്രൈസ് 10 per യൂണിറ്റ്, വാരിയബിൾ കോസ്റ്റ് 7 per യൂണിറ്റ്, ഫിക്സഡ് കോസ്റ്റ് 1500. ഡ്രോ BE ചാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ടേബിൾ ആദ്യം വരയ്ക്കണം. ആ ടേബിളിൽ ഉണ്ടായിരിക്കുന്ന മെയിൻ ഹെഡ്സ് ആണ് വേണ്ടത്. യൂണിറ്റ്സ് വേണം, വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ സെയിൽസ്. ആദ്യം യൂണിറ്റ് വരയ്ക്കുക, പിന്നെ വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, പിന്നത്തെ കോളം രണ്ടും കൂടി കൂട്ടിയ ടോട്ടൽ കോസ്റ്റ്, പിന്നെ ടോട്ടൽ സെയിൽസ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ സെയിൽസിൻ്റെ യൂണിറ്റ് എത്രയാണ്? 800 യൂണിറ്റ് ആണ്. അതിനെ നമ്മളൊന്ന് പല പല പാർട്ടായിട്ട്, അതായത് ഇപ്പോൾ ഞാൻ എഴുതിയ യൂണിറ്റ് എങ്ങനെ എഴുതി? 100, 200, 300, 400, 500, 600, 700, 800 അങ്ങനെ ഒരു പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. വേണമെങ്കിൽ ചിലർ 200, 400, 600, 800 എഴുതും, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 800 യൂണിറ്റിനെ ഓരോന്നായിട്ട് 100, 200, 300 അങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ യൂണിറ്റ് കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് എന്ത് ചെയ്യണം? വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയത്? 100 യൂണിറ്റ്. ഒരു യൂണിറ്റിന് എത്ര രൂപയാണ്? വാരിയബിൾ കോസ്റ്റ് 7. അപ്പോൾ 100 × 7 700 അങ്ങനെ എഴുതാം. അങ്ങനെ ദെൻ 200 യൂണിറ്റ് ആകുമ്പോൾ 200 × 7 1400. 300 ആകുമ്പോൾ 300 × 7 2100. 400 × 7 2800. 500 × 7 3500. 600 × 7 4200. 700 × 7 4900. 800 × 7 5600. അങ്ങനെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഓരോ യൂണിറ്റും 100 യൂണിറ്റ് ഉണ്ടാക്കിയാൽ എത്ര വാരിയബിൾ കോസ്റ്റ് വരും, 200 യൂണിറ്റ് ഉണ്ടാക്കിയാൽ എത്ര വാരിയബിൾ കോസ്റ്റ് വരും എന്ന് കണ്ടുപിടിച്ചു. ദെൻ അടുത്ത് എന്താണ് കോളം? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര തന്നിരിക്കുന്നു? 1500. അത് 100 യൂണിറ്റ് ഉണ്ടാക്കിയാലും നമുക്ക് 1500 വരും, 800 യൂണിറ്റ് ഉണ്ടാക്കിയാലും നമുക്ക് 1500 വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും നേരെ എത്ര എഴുതാം? 1500 എഴുതി. ഓക്കെ, ദെൻ അടുത്ത കോളം ഏതാണ്? ടോട്ടൽ കോസ്റ്റ് ലൈൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതുക. അതായത് 700 + 1500, അടുത്തതിൽ 1400 + 1500, അങ്ങനെ അതൊക്കെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഇതുവരെ മനസ്സിലായ? ആദ്യം നമ്മൾ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തു, നമുക്ക് കാൽക്കുലേഷൻ പ്ലോട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 100, 200, 300 അങ്ങനെ എഴുതി. ദെൻ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചു, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ലാസ്റ്റ് കോളം എന്താണ്? ടോട്ടൽ സെയിൽസ്. 100 യൂണിറ്റ് ഉണ്ടാക്കി. SP എത്രയാണ്? SP 10 രൂപ. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്രയായിരിക്കും? 100 × 10 1000. 200 ആണെങ്കിൽ 2000, 300 ആണെങ്കിൽ 3000, 400 ആണെങ്കിൽ 4000, 5000, 6000, 7000, 8000. അപ്പോൾ നമ്മുടെ എല്ലാ ടേബിളിൻ്റെ എല്ലാ കോളം നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. അത് അടുത്ത പേജിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല, ഞാനത് ഫോട്ടോ എടുത്തിട്ടേക്കണം. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് ആക്സിസിൽ യൂണിറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ടേബിളിൻ്റെ ഫസ്റ്റ് കോളം എങ്ങനെയാണ് മുറിച്ചത്? 100, 200, 300 അല്ലേ? അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ 100, 200, 300 അങ്ങനെ കൊടുക്കുക. ദെൻ വൈ ആക്സിസിൽ നമ്മൾ എന്തെടുക്കണം? നേരത്തെ തിയറിയിൽ പഠിച്ച കോസ്റ്റും റവന്യൂവും എടുക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ആ ടേബിളിലത്തെ ബാക്കിയുള്ള കോളങ്ങളിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എത്രയാണ്. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിട്ട് വന്നേക്കുന്നത് 8000 ആണ്, ലോവസ്റ്റ് വാല്യൂ ആയിട്ട് വന്നേക്കുന്നത് 700.
അതായത് യൂണിറ്റിൻ്റെ കോളം ഒഴിവാക്കി ബാക്കിയുള്ള 4 കോളങ്ങളിലത്തെയും ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഏറ്റവും ആദ്യത്തെ വേരിയബിൾ കോസ്റ്റ് 700ഉം ഹയസ്റ്റ് വാല്യൂ ആ ടോട്ടൽ സെയിൽസിൻ്റെ 8000ഉമാണ്. അപ്പം നമുക്ക് ഈ വൈ ആക്സിസിൽ എത്രയാണ് വാല്യൂസ് എടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1000, 2000, 3000 അങ്ങനെ എടുത്താൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വൈ ആക്സിസിലെടുത്തു 1000, 2000, 3000, 4000 അങ്ങനെ 8000 വരെ പ്ലോട്ട് ചെയ്ത് വെച്ചു. കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ പോയിന്റ് ഇട്ടാലും നമുക്ക് കറക്റ്റ് BB പോയിന്റ് കിട്ടില്ല. അപ്പം നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ അത് പ്ലോട്ട് ചെയ്ത് ഇടണം. അപ്പോൾ അങ്ങനെ ഇട്ടു. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ 100, 200, 300 എടുത്തു. വൈ ആക്സിസിൽ 1000, 2000, 3000 അങ്ങനെ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളോട് എന്ത് പറയണം, പിന്നെ ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്, ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കണം. എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? 100 യൂണിറ്റ് ആകുമ്പോൾ എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? 1500. 200 യൂണിറ്റ് ആകുമ്പോൾ 1500. എല്ലാ യൂണിറ്റിലും 1500 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ വൈ ആക്സിസിൽ 1500ന്റെ നേരെ ആ പോയിന്റിൽ നിന്ന് നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ മതി. 100 ആയാലും 200 ആയാലും 300 ആയാലും നമുക്ക് 1500 അല്ലേ. അപ്പോൾ അത് നമ്മൾ ആ 1000ൻ്റെയും 2000ൻ്റെയും മിഡ് പോയിന്റ്, അതിൽ 1500 ആവുക. ആ 1500ന്റെ നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫിക്സഡ് കോസ്റ്റ് ലൈൻ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്താ വരയ്ക്കുന്നത്? വാരിയബിൾ കോസ്റ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ നോക്കുക, ഞാൻ 100 യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എത്രയാണ് വാരിയബിൾ കോസ്റ്റ്? 100ന് 700. അപ്പോൾ എക്സ് ആക്സിസിൽ 100 എടുക്കുക, വൈയിൽ 700ന് നേരെ ഒരു പോയിന്റ് ഇടുക. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ BMSൽ? അതുപോലെ തന്നെ ചെയ്യുക. എക്സ് ആക്സിസിൻ്റെ 100ന് നേരെയും വൈ ആക്സിസിലെ 700ന് നേരെ ഒരു പോയിന്റ് ഇടുക. ദെൻ 200 ആയിരുന്നപ്പോൾ 1400, എക്സിൽ 200ന് നേരെയും വൈയിൽ 1400ന് നേരെ അടുത്ത കുത്തിടുക. ദെൻ 300, 2100, 400, 2800, 500, 3500 അങ്ങനെ ഓരോന്നിൻ്റെയും നേരെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. അതായത് എക്സിലത്തെ വാല്യൂ വൈയിലത്തെ വാല്യൂ നോക്കുക. വൈയിലത്തെ വാല്യൂ എടുക്കുന്നത് ആ വാരിയബിൾ കോസ്റ്റിൻ്റെ കോളം മാത്രം. അങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് ഓരോ കുത്തുകൾ കിട്ടും. ഓരോ യൂണിറ്റിന് നേരെ ഓരോ പോയിന്റുകൾ കിട്ടും. ആ പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. കുത്തുകൾ യോജിപ്പിക്കുക ബൈ യൂസിങ് സ്കെയിൽ. ഇത് മാത്രമല്ലോ, സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. അതിൻ്റെ നേരെ നിന്ന് എഴുതാം വാരിയബിൾ കോസ്റ്റ് ലൈൻ. അതാണ് നേരത്തെ ഇതിൻ്റെ നേരെ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എഴുതിക്കോളോ. ഇപ്പോൾ എഴുതിക്കേണ്ട നേരെ വാരിയബിൾ കോസ്റ്റ് ലൈൻ. അത് വരച്ചപ്പോൾ തന്നെ എഴുതല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ? 700ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ തിയറിയിൽ പഠിച്ചു വാരിയബിൾ കോസ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് ആ ഒറിജിനിലേക്ക് അങ്ങനെ മുട്ടിക്കുക. കാരണം 0 ആണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും വാരിയബിൾ കോസ്റ്റ്? 0 തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിടക്കുന്നുണ്ടാവും 100ൻ്റെ നേരെയും 700ൻ്റെ അവിടെ വെക്കും. പക്ഷേ ഈ ഒറിജിനൽ മുട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരങ്ങനെ ഒറിജിനിലേക്ക് മുട്ടിച്ചോ കുഴപ്പമില്ല. ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ അത് കഴിയും. അടുത്ത് നമ്മൾ എന്ത് വരെ പ്ലോട്ട് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ 100 ആകുമ്പോൾ എത്രയായിരിക്കും? 2200. അതുപോലെ പ്ലോട്ട് ചെയ്യുക. 100ന് 2200. ദെൻ അങ്ങനെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് പ്ലോട്ട് ചെയ്തതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റും അതായത് പോയിന്റിന് 200ന് 2900, 300ന് 3600, 400ന് 4300 അങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മളവിടെ യോജിപ്പിക്കുക. അതേപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ നേരെ തന്നെ എഴുതാം ടോട്ടൽ കോസ്റ്റ് ലൈൻ എഴുതാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ലൈൻ എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഒരു സ്ഥലത്ത് മുട്ടാണ്ട കിടക്കണേ. 100ൻ്റെ നേരെ എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? 2200ൻ്റെ നേരെയാണ്. അത് യോജിപ്പിക്കേണ്ടത് ഒറിജിനലിലേക്കല്ല, നമ്മുടെ ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ആ പോയിന്റിലേക്കാണ്. കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും ടോട്ടൽ കോസ്റ്റിൽ ഏതുണ്ടാവും? ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് 0 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയാലും നമുക്ക് എന്ത് വരും? ടോട്ടൽ കോസ്റ്റിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു ഭാഗം വരും. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? 1500 നിന്നായിരിക്കും. അപ്പോൾ ആ ടോട്ടൽ കോസ്റ്റിൻ്റെ ആ ലൈൻ നമ്മൾ നേരെ ആ ഫിക്സഡ് കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തോടത്തേക്ക് യോജിപ്പിക്കണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ വായു നിർത്തരുത്. നിങ്ങളൊരു ബേസ് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ എൻഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണ്? നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ. കാരണം മനസ്സിലായില്ലേ? ടോട്ടൽ കോസ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. 0 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ ടോട്ടൽ കോസ്റ്റിലെ ഫിക്സഡ് കോസ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ആ ലൈൻ കിട്ടി. അടുത്ത് ഇനി എന്ത് ചെയ്യണം? നമ്മുടെ സെയിൽസ് ലൈൻ പ്ലോട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ 100ൽ 1000, 200ൽ 2000 അങ്ങനെ അത് എളുപ്പമാകും. കൃത്യം പോയിന്റുകൾ കിട്ടിക്കോളും. അങ്ങനെ ഓരോ പോയിന്റ് വെച്ച് കുത്തുകളിട്ടു യോജിപ്പിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ഒറിജിനിൽ നിന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ലൈൻ യോജിപ്പിച്ചു വേണം 0ലേക്ക് അത് യോജിപ്പിക്കുക. അതിൻ്റെ നേരെ സെയിൽസ് ലൈനും നമ്മൾ എഴുതി.
ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ടേബിളിൻ്റെ എല്ലാ പോയിന്റുകളും നമ്മൾ കിട്ടി. ഇനി എന്താ ചെയ്യുക, നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, എവിടെ വെച്ചിട്ടാണോ ടോട്ടൽ കോസ്റ്റും സെയിൽസ് ലൈനും മുട്ടിയിലേക്ക് നിങ്ങൾക്ക് ആ പോയിന്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിൻ്റെ നേരെ അവിടെ എഴുതിയിട്ടില്ലേ BEP എന്ന് എഴുതാം. ദെൻ അടുത്തെന്താണ്, അത് താഴോട്ട് മുട്ടിക്കുക. അപ്പോൾ നമുക്ക് ഏതിലേക്ക് വരും, 500ലേക്ക് വരും. അതാണ് BEP ഇൻ യൂണിറ്റ്. ദെൻ അത് നേരെ വൈയിലേക്ക് മുട്ടിക്കുക. അതാണ് നമ്മുടെ BEP ഇൻ സെയിൽസ് വാല്യൂ. അപ്പോൾ BEP ഇൻ യൂണിറ്റ് 500 കിട്ടും, BEP ഇൻ സെയിൽസ് വാല്യൂ 5000 കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് മെഷർമെൻറ്റ് എടുത്താലേ നമുക്ക് ഈ കൃത്യം എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ വീണ്ടും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ അതിൻ്റെ 10ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂട്ടിമുട്ടിയ ഒരു ഏരിയ കണ്ടു. അത് ഈ പിക്ചറിൽ ഷെയ്ഡ് ചെയ്യണം, ഷെയ്ഡ് ചെയ്യാം. BEPയുടെ താഴെയുള്ള ഏരിയ ആണ് നമ്മുടെ ലോസ് ഏരിയ, BEPയുടെ മുകളിലുള്ള ഏരിയ ആണ് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ. ഓക്കെ, BEPയുടെ താഴെയുള്ളത് ലോസ് ഏരിയ, മുകളിലുള്ളത് പ്രോഫിറ്റ്. അതാണ് നേരത്തെ 10ാമത്തെ പോയിന്റ്. ഇപ്പോൾ മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ദ ഏരിയ ബിലോ ദി BEP റെപ്രസെൻറ്റ് ലോസ് ഏരിയ ആൻഡ് ദ ഏരിയ എബവ് ദി BEP റെപ്രസെൻറ്റ് ദ പ്രോഫിറ്റ് ഏരിയ. അതുപോലെ തന്നെയാണ് ഇതും ആ ഷെയ്ഡ് ചെയ്തത് കാണിക്കുക. അവിടെ ലോസ് ഏരിയ എന്ന് എഴുതാം, പ്രോഫിറ്റ് ഏരിയ എന്നും എഴുതാം. ദെൻ ആ ആംഗിൾ തൽക്കാലം അവിടെ എഴുതി വെച്ചു. ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് എഴുതാം. ആ ഒരു ആംഗിൾ ഇല്ലേ, അതായത് BEPയുടെ ആംഗിൾ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇങ്ങനെയാണ് ഒരു BE ചാർട്ട് വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുക, വാരിയബിൾ കോസ്റ്റ് ലൈൻ വരയ്ക്കുക, ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുക, സെയിൽസ് ലൈൻ വരയ്ക്കുക. ടോട്ടൽ കോസ്റ്റും സെയിൽസ് ലൈനും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് BEP. എക്സിലേക്ക് വരച്ചാൽ BEP ഇൻ യൂണിറ്റ് കിട്ടും, വൈയിലേക്ക് വരച്ചാൽ BEP ഇൻ സെയിൽസ് വാല്യൂ കിട്ടും. ദെൻ സാധനങ്ങളൊക്കെ പ്ലോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ താഴത്തൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ, BEP ഇൻ യൂണിറ്റ് 500 യൂണിറ്റ്, BEP ഇൻ സെയിൽസ് വാല്യൂ 5000 അത്രയ്ക്ക് എഴുതിയാൽ. അങ്ങനെയാണ് ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കേണ്ടത്. ഇങ്ങനെ പഠിപ്പിക്കാൻ ഇപ്പോൾ നിർവാഹമുള്ളൂ, വരച്ച് കാണിക്കുന്നതൊക്കെ എനിക്കുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാഫ് ശരിക്കും വരച്ചാൽ മതി. ടേബിൾ എങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ പിന്നെ ഗ്രാഫ് കൃത്യമായിട്ട് പോയിന്റ് എടുത്ത് വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ട്രൈ ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. താങ്ക് യു.